ഹായ് ഓൾ, വെൽക്കം അഗൈൻ ടു ബോസെ കേരള. അപ്പൊ ഈ ഒരു എപ്പിസോഡ് നമ്മൾ സംസാരിക്കുന്നത് റിസൾട്ടിനെ കുറിച്ചോ അതേപോലെ അഡ്മിഷനെ കുറിച്ചോ ഒന്നല്ല. അതായത് ബോസയുടെ അല്ലാത്തൊരു വേറൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഞാൻ ഇവിടെ പാസ് ചെയ്യുന്നത്. സ്റ്റുഡൻസിനും അതുപോലെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ആവശ്യമുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡിജി ലോക്കറിനെ കുറിച്ച്. അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഡിജി ലോക്കർ, അതുപോലെ അതെങ്ങനെയാണത് നമ്മൾ സൈൻ അപ്പ് ചെയ്യുന്നത്, അതുപോലെ പിന്നെ വേറൊരു വിഷയം എന്താണ് ABC-ID. ഇതാണ് നമുക്ക് സ്റ്റുഡൻസിന് ആവശ്യമുള്ള കാര്യം. ABC-ID എന്താണ്? ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഡിജി ലോക്കർ എന്താണെന്ന് അറിയാം. ഡിജി ലോക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്യുമെന്റ്സ്, അതുപോലെ നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഇതൊക്കെ ഡിജിറ്റലൈസേഷൻ ചെയ്ത് ഒരു ആപ്പിലോ ഒരു സൈറ്റിലോ നമ്മൾ ഈസിയായി നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റം ഓർ ആപ്പാണ് ഡിജി ലോക്കർ. അപ്പൊ നിങ്ങൾ എല്ലാവരും എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിലി വീഡിയോ ഇവിടെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഡിജി ലോക്കറിൽ സൈൻ അപ്പ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുക, ആക്സസ് ചെയ്യുക കാര്യങ്ങൾ. അതുപോലെ നമ്മൾ ഒരു വീഡിയോ ഞാനൊരു ബ്രീഫായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്ത കാര്യം സൈൻ അപ്പ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ കാര്യം എന്താണ് ABC-ID. ഇതാണ് സ്റ്റുഡൻസിന് ആവശ്യമുള്ളത്. ABC-ID എന്നാൽ എന്ത്? യൂണിവേഴ്സിറ്റി ഫോമിൽ, അതായത് ആപ്ലിക്കേഷൻ ഫോമിൽ എന്തിനാണ് ഈ ഒരു ഫില്ല് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ABC-IDയുടെ റിക്വയർമെന്റ് എന്താണ്? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ABC-ID എന്താണെന്ന് വെച്ചാൽ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നാണ് ABC-IDയുടെ ഫുൾ ഫോം. ഇപ്പൊ നിങ്ങളൊരു UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക്, ഇപ്പൊ +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കണമല്ലോ. UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കോൾ ഉണ്ടാവും, നിങ്ങളുടെ ABC-ID ഫില്ല് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ വണ്ടർ അടിക്കും എന്താണ് ഇത് ചെയ്യാൻ അറിയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. അപ്പൊ അതിന് മുമ്പ് എന്താണ് ABC-ID ഞാൻ പറയാണ്. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നാണ് ഫുൾ ഫോം. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കാഡമിക് ക്രെഡിറ്റ്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ മാർക്ക് ഷീറ്റ്സ്, അത് ഡിജിറ്റലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ID യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആധാർ കാർഡ്, പാൻ കാർഡ് ഒക്കെ നമ്മൾ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ അക്കാഡമിക് ക്രെഡിറ്റ്സ്, നമ്മുടെ ക്രെഡിറ്റ് മാർക്സ് കാർഡ് എല്ലാം നമുക്ക് ഇതേപോലെ ഡിജിറ്റലൈസേഷൻ ചെയ്യാം. അതായത് അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ ABC-ID ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ അക്കാഡമിക് ക്രെഡിറ്റ്സ് ഡിജിറ്റൽ മെത്തേഡിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേറൊരു ഉപകാരം കൂടി ഉണ്ട് ഇതുകൊണ്ട്. ഇപ്പൊ നിങ്ങൾ ഡിസ്റ്റൻസ് ആയി പഠിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞു, റിസൾട്ട് വന്നു, നിങ്ങൾക്ക് മാർക്ക് ഷീറ്റ് കിട്ടിയില്ല, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാർക്ക് ഷീറ്റ് ഇഷ്യൂ ചെയ്ത് ഇങ്ങോട്ട് എത്തിയില്ല. സോ അപ്പൊ നിങ്ങൾക്ക് ഈ ABC-ID വെച്ചിട്ട് നിങ്ങളുടെ മാർക്ക് ഷീറ്റ്, ഡിജിറ്റൽ മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഡിജി ലോക്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, വേറെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത്. സോ നമുക്ക് വീഡിയോ കാണാം എങ്ങനെയാണ് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത ശേഷം എങ്ങനെയാണ് സൈൻ അപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ABC-ID ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വളരെ ഈസിയാണ്. എല്ലാവരും എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്യാം. ഓക്കെ, ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ കയറിയിട്ട് ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാത്തവർ സൈനപ്പ് ചെയ്യാം. വളരെ ഈസിയാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാവുന്നുള്ളൂ. ഒരു OTP വെരിഫിക്കേഷൻ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അത് പിന്നെ ഓണായി കിട്ടും. അതിനുശേഷം നിങ്ങൾ ആധാർ വെരിഫൈ ചെയ്യണം. നിങ്ങൾ ആധാർ കാർഡ് നമ്പർ അടിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം, നിങ്ങൾ ആധാറും മൊബൈലും ലിങ്ക്ഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അത് വെച്ച് നിങ്ങൾ ആധാർ കാർഡ് നിങ്ങൾക്ക് ഡിജിറ്റലി ആക്സസ് ചെയ്യാൻ പറ്റും ഡിജി ലോക്കറിൽ. ആധാർ കാർഡ് മാത്രമല്ല, നിങ്ങളുടെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ പാൻ കാർഡ്, പിന്നെ 12th മാർക്ക് ഷീറ്റ്, അതുകൂടാതെ നമ്മുടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ, RC കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഡിജിറ്റലി ആക്സസ് ചെയ്യാൻ പറ്റും. വളരെ ഉപകാരമുള്ള ഒരു ആപ്പാണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞു വരുന്ന മറ്റൊരു കാര്യം, നമുക്ക് അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയാണ്. ഡിഗ്രി അഡ്മിഷന് ABC-ID ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ABC-ID നമുക്ക് നോക്കാം. ഇത് കണ്ടോ, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നാണ് ABC-IDയുടെ അബ്രിവേഷൻ, ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ചില യൂണിവേഴ്സിറ്റീസ് ഇത് ആവശ്യപ്പെടാറുണ്ട്, സ്റ്റുഡൻസ് ആപ്ലിക്കേഷൻ ഫോമിൽ ആവശ്യപ്പെടാറുണ്ട്. ABC-ID നിർബന്ധമാണ്. അപ്പം കുറേ പേർക്ക് ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഡിജി ലോക്കറിൽ കയറിയ ശേഷം എന്നിട്ട് ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നുള്ള ഇതിൽ ജോയിൻ ചെയ്യാം. ചെയ്ത ശേഷം നിങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ഇവിടെ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വേണ്ട ഐഡൻറ്റിറ്റി ടൈപ്പ് എന്നുള്ളിടത്ത് നിങ്ങൾ ന്യൂ അഡ്മിഷൻ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ആവശ്യം, പിന്നീട് നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഇതിൽ റോൾ നമ്പർ, എൻറോൾ നമ്പർ എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ.
അപ്പം ന്യൂ അഡ്മിഷൻ എന്നുള്ളത് കൊടുക്കുക. പിന്നെ ഐഡൻറ്റിറ്റി വാല്യൂ ജസ്റ്റ് 1235 കൊടുക്കുക, 1235 എന്ന് കൊടുക്കാം. ഓക്കെ. പിന്നെ അഡ്മിഷൻ ഇയർ അത് കറണ്ട് ഇയർ 2024 എന്നുള്ളത് കൊടുക്കാം. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആണോ ആ യൂണിവേഴ്സിറ്റിയുടെ നെയിം. ഇപ്പം ഞാൻ എക്സാമ്പിൾ ഞാനിവിടെ ആന്ധ്ര യൂണിവേഴ്സിറ്റിയാണ് കൊടുക്കുന്നത്. കണ്ടോ, ആന്ധ്ര യൂണിവേഴ്സിറ്റി വിശാഖപട്ടണം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഡീറ്റെയിലും കൊടുത്ത് നമ്മൾ ഗെറ്റ് ഡോക്യുമെൻ്റ് എന്ന് കൊടുത്ത് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല. ഈ ഗെറ്റ് ഡോക്യുമെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ABC ID, അത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ID നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരു 12 അക്ക നമ്പർ ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഇതിൽ തന്നെ സേവ്ഡ് ഓട്ടോമാറ്റിക്കായി ഡിഫോൾട്ടായിട്ട് സേവ് ആവുന്നതായിരിക്കും അത്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതെല്ലാവരും ലോക്കർ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഭാവിയിൽ പല കാര്യങ്ങൾക്കും ഈ ഒരു ഇതിന് ഈ അക്കാഡമിക്കിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല ബാങ്കിൻ്റെ ആവശ്യങ്ങൾക്കും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.